പോലെ ടിഷ്യൂ പേപ്പറൊക്കെ മേടിച്ച പെട്ടി നമ്മൾ വെറുതെ കളയുകയല്ലേ ചെയ്യുന്നത്. അപ്പം നമ്മുടെ കയ്യിൽ ഇതേപോലത്തെ കവറുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വെറുതെ അവിടെ എവിടെയും വലിച്ചെറിയാതെ നമുക്ക് നല്ല രീതിയിൽ മടക്കിയിട്ട് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ പെട്ടിക്കകത്ത് നമുക്ക് മടക്കി വെക്കുകയാണെങ്കിൽ വൃത്തികേടാകാതെ കവറുകൾ നമുക്ക് എവിടെയും വലിച്ചെറിയാതെ സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ എത്ര കവർ വേണേലും നമുക്ക് ആ പെട്ടിക്കകത്ത് കൊള്ളിക്കാവുന്നതാണ്. അപ്പോൾ ഇപ്പം വേണേലും നമുക്ക് പെട്ടെന്ന് തന്നെ അതിനകത്ത് നിന്ന് എടുക്കുകയും അതേപോലെ തന്നെ നമുക്ക് വൃത്തിയുള്ള കവറുകൾ മടക്കി അതിനകത്ത് വെക്കുകയും ചെയ്യാം. അതല്ല നമുക്ക് ഒന്നിനോട് ഒരു കവറ് കോർത്ത് വേണേലും അതിനകത്ത് വെക്കാം. അപ്പം ഇതേപോലെ നമ്മൾ അവിടെ ഇവിടെയൊന്നും തൂക്കിയിടാതെ എല്ലാ കവറും അതിനകത്തോട്ട് ആക്കി വെക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടുകയും ചെയ്യും. അപ്പം ഇതേപോലെ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. അപ്പം പല്ലി പാറ്റ ഒന്നും തന്നെ കയറാതെ തന്നെ നമുക്ക് ഈ കവറുകൾ നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിനകത്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇതേപോലെ നമുക്ക് ടിഷ്യൂ പേപ്പറിൻ്റെ പെട്ടി ഇല്ല എങ്കിൽ നമ്മുടെ കയ്യിൽ ഇതേപോലത്തെയൊക്കെ പെട്ടി ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നടുഭാഗത്തായിട്ട് ഇതേപോലെ കുറച്ച് മുറിച്ചതിന് ശേഷം നമുക്ക് ഇതേപോലെ കവറുകൾ അതിനകത്ത് സേവ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാം കൊണ്ട് അതിനകത്ത് ഒതുങ്ങിയിട്ടുണ്ട്. ഇനിയും ഒരുപാട് കവറുകൾ അതിനകത്ത് കൊള്ളും. അതേപോലെ നമുക്ക് ഇതേപോലെ ഓരോ ആവശ്യത്തിനായിട്ട് നമുക്ക് എവിടെയും കിടന്ന് തിരക്കേണ്ട കാര്യമില്ല. പെട്ടിക്കകത്തുനിന്ന് ഇതേപോലെ ഓരോന്നായിട്ട് എടുക്കുകയും ചെയ്യാം. അപ്പം നല്ല വൃത്തിയായിട്ട് നല്ല രീതിയിൽ അത് നമുക്ക് ഒതുക്കി ഒരു സ്ഥലത്ത് വെക്കുകയും ചെയ്യാം. ഇനിയിപ്പോൾ അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മളെ സിങ്കൊക്കെ ബ്ലോക്ക് ആകുകയാണെങ്കിൽ ഇതേപോലെ ഹാർപ്പിക്ക് ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ രാത്രി ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ രാവിലെ ആകുമ്പോഴത്തേന് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള പെട്ടെന്ന് അടഞ്ഞിരിക്കുന്ന ബ്ലോക്കൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടുകയും ചെയ്യും. ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ഫ്രീസറിനകത്ത് ഇതേപോലെ ഒരു കുപ്പി വെള്ളം ഐസാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ താഴെ വയ്ക്കുകയാണെങ്കിൽ ഇപ്പോൾ കുട്ടികൾ ചുമ്മാ വന്ന് ഫ്രിഡ്ജ് തുറന്നാലും അതേപോലെ നമ്മൾ ഫ്രിഡ്ജ് കുറച്ച് നേരം അടച്ചിട്ടാൽ പോലും നമുക്ക് അതിനകത്തുള്ള സാധനങ്ങളെല്ലാം നമുക്ക് തണുപ്പ് കിട്ടുകയും ചെയ്യും. പെട്ടെന്ന് ചീത്തയാവത്തതുമില്ല. അപ്പോൾ നമുക്ക് ഫ്രിഡ്ജ് കുറച്ച് നേരം അടച്ചിട്ടാൽ പോലും നമുക്ക് ഒരു കുഴപ്പവും അതിനകത്തിരിക്കുന്ന സാധനങ്ങളൊന്നും ചീത്തയാവാതെ സൂക്ഷിക്കാം. അടുത്ത ടിപ്പിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ പഞ്ചസാരയൊക്കെ ഇതേപോലെ തുറന്നു അടച്ചൊക്കെ വരുമ്പോഴത്തേനും പഞ്ചസാര ഈർപ്പമൊക്കെ തട്ടിയിട്ട് പഞ്ചസാര ഇതാകും. അപ്പോൾ ആ ഈർപ്പമൊക്കെ ഈ ടിഷ്യൂ പേപ്പർ പിടിച്ചെടുത്തോളും. അപ്പോൾ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഇട്ട് കൊടുക്കുക. അതേപോലെ പഞ്ചസാര ഒരു ഡപ്പിക്കകത്ത് നിറഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതേപോലെ സ്പൂൺ ഇട്ട് കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ഇതേപോലെ തിരിച്ച് കുത്തുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് എടുക്കുകയും ചെയ്യാം, അതേപോലെ തന്നെ പെട്ടെന്ന് വെക്കുകയും ചെയ്യാം. അപ്പം നിറച്ച് പഞ്ചസാരയൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെ സ്പൂണ് വെച്ച് കൊടുത്താൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ പഞ്ചസാര എടുക്കുന്നതിനൊന്നും സ്പൂൺ വെക്കുന്നതിനൊന്നും പ്രശ്നമൊന്നും കാണത്തില്ല.